വരുമോ നീ തിങ്കളേ തിങ്കളേ. പോവാൻ നോക്ക്. അഥവാ ഏറ്റുമുട്ടിയേ മതിയാവുള്ളൂവെങ്കിൽ സ്ഥലവും സമയം പറയും, ഞാൻ അവിടെ വരാം. എന്നിട്ട് എന്നേക്കുമായി നമുക്ക് കളി അങ്ങ് അവസാനിപ്പിക്കാം. നീ വരും, അല്ലെങ്കിൽ വരുത്തും നിന്നെ ഞാൻ. അപ്പൊ പോട്ടെ വസന്തരെ, നിന്റെ പഴയ ശങ്കരേട്ടൻ ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും. രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക അവൻ. ഒന്നുറപ്പ്, ഈ കളിയിൽ ഇനി ആരെങ്കിലും ഒരാൾ മതി. വരണം വരണം. അന്ന് പറഞ്ഞ 25 ഏക്കർ വസ്തുവിന്റെ അടിയാധാരം കയ്യിലുണ്ടല്ലോ അല്ലേ? ജനിപ്പിച്ച കുഞ്ഞിനെ കൊല്ലാൻ കൈക്കൂലി കൊടുക്കുന്ന ലോകത്തിലെ ഏക അച്ഛൻ നിങ്ങൾ മാത്രമായി. ക്ഷമിക്കണം, ജഗന്നാഥൻ ഇപ്പോൾ വന്നത് സർവ്വസമ്പാദ്യവും തന്ന് എന്റെ മോളുടെ ജീവൻ തിരിച്ചറിയണമെന്ന് കേണപേക്ഷിക്കാനാ. അത്ഭുതമായിരിക്കുന്നല്ലോ, എന്താ ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം? സത്യമറിയാൻ വൈകിപ്പോയി. എല്ലാം എന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ദുഷ്ചിന്തയും അന്ധവിശ്വാസങ്ങളും കൊണ്ട് തെറ്റുകൾ മാത്രം ചെയ്ത് ഒരു ജന്മം തുലച്ച വ്യക്തി. കൊള്ളാം. തോപ്പിൽ തറവാട്ടിലെ ജഗന്നാഥൻ ആളാകെ മാറിയിരിക്കുന്നു. സത്യം ദീപനാളം പോലെ മുമ്പിലെത്തിയപ്പോൾ വിളറി വെളുത്തുപോയി അല്ലേ? എന്തായാലും നന്നായി. മഹാപാപങ്ങളുടെ പട്ടിക വൈകിയാണെങ്കിലും അവസാനിച്ചല്ലോ. ഞാൻ നൊന്തുപെറ്റ മകളാണവൾ. എനിക്കൊന്ന് കാണണം. എനിക്കും കാണണം. ആ കാലിൽ വീണ് മാപ്പ് പറയണം. സാധ്യമല്ല. മരണം കാത്തുകിടക്കുന്നവരുടെ മുന്നിൽ മുതലക്കണ്ണീരൊഴുക്കാൻ ഞാൻ അനുവദിക്കില്ല. ശപിക്കപ്പെട്ടവർ വൈദ്യപുരയ്ക്കകത്ത് കയറിയാൽ ഗുരുകാരണവന്മാർ പോലും കോപിക്കും. എന്തു പറയാനും ശിക്ഷിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അനുഭവിക്കേണ്ടത് എന്റെ കടമയും. ദൂരെ നിന്ന് മാത്രം ഞങ്ങൾ അവളൊന്ന് കണ്ടോട്ടെ.
ദയവുണ്ടായി കാണാൻ അനുവദിക്കണം. ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. ഈ മനുഷ്യൻ ചെയ്ത ദ്രോഹത്തിന് എന്നെ കൂടെ ശിക്ഷിക്കരുത്. അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഭർത്താവിനെയും വളർത്തമ്മയെയും വരെ വൈദ്യപ്പുരയ്ക്കകത്ത് ഞാൻ കയറ്റിയിട്ടില്ല. ഒരു നോക്ക് കാണാൻ അനുവദിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കാഴ്ചയിൽ എന്തിരിക്കുന്നു? ഇന്ന് 3. നാളെ നേരം പുലരുമ്പോൾ അവർ വരും. ജീവനോടെയോ അല്ലാതെയോ അവളെ കൊണ്ടുപോകാൻ. അപ്പൊ നിങ്ങൾക്കും വരാം. ദൂരെ മാറി നിന്ന് കാണാം. ജന്മം കൊണ്ട് ആരും അച്ഛനും അമ്മയും ആകുന്നില്ല. കർമ്മം കൊണ്ടേ പൂർണ്ണതയിലെത്തൂ. അവൾക്ക് കരുതി വെച്ച സ്നേഹം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ സർവ്വദൈവങ്ങളെയും വിളിച്ച് കരളുരുകി പ്രാർത്ഥിക്കുക. തലയ്ക്ക് മുകളിൽ വന്നു നിൽക്കുന്ന മരണത്തെ തട്ടിമാറ്റാൻ ഇനി ദൈവത്തിനെ കഴിയും. എനിക്ക് കഴിയില്ല. വസുന്ധരെ, എന്നെ ഒന്ന് കൊന്നുതാ. എന്റെ മകളോടൊപ്പം എനിക്ക് പോണം. അത് നിങ്ങളുടെ കൈ കൊണ്ടാവുമ്പോ എല്ലാം പൂർണ്ണമാകും. കൊന്നുതാ, എന്നെ ഒന്ന് കൊന്നുതാ, കൊന്നുതാ. വസുന്ധരെ, വസുന്ധരെ. മതി. ധാരയും ചികിത്സയും എല്ലാം മതി. പറഞ്ഞ പ്രകാരം 4-ാം ദിവസത്തിന്റെ പകലാണിത്. പുറത്ത് കാത്തു നിൽക്കുന്നവർക്ക് ഇന്നെങ്കിലും എനിക്ക് മറുപടി കൊടുക്കണം. മനയിലെ ഗുരുപരമ്പരകളെ, നാഗരാജാവേ, നാഗയക്ഷിയമ്മേ, ഇനിയും അടിയനെ പരീക്ഷിക്കരുതേ. ഇത് അന്ത്യമൊഴിയും അന്ത്യവിധിയുമാണ്. വിധി ഈ വെളിപ്പുറത്ത് തന്നാലും ഈ അവസരത്തിൽ എന്റെ ഈ വാക്കിന് ആലിസ് എന്തർത്ഥം കൽപ്പിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിലും പറയാതെ വയ്യ. എല്ലാറ്റിനും മാപ്പ്. ആർക്കും എന്ത് ശിക്ഷ വേണമെങ്കിലും കൽപ്പിക്കാം. വേണമെങ്കിൽ സ്വയം ഒടുങ്ങാം. അത്രയ്ക്ക് ഭാവിയായ ജന്മമായി പോയി എന്റേത്. എല്ലാം കഴിഞ്ഞ് വിലപിച്ചിട്ട് എന്താ കാര്യം? ദയവുണ്ടായി എന്നോട് സംസാരിക്കരുത്. ഞാൻ എന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കെങ്കിലും ചെയ്യട്ടെ. ജീവനോടെയോ ജഡമായിട്ടോ അവളിപ്പിഴിഞ്ഞെത്തും. ഈശ്വര,
എന്റെ മോളെ കാത്തോളണേ. അമ്മേ, കരയാതെ. അവൾ എഴുന്നേൽക്കും. നമുക്ക് വേണ്ടി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. എനിക്ക് ഉറപ്പുണ്ട്. ഇന്ന് 4-ാം നാൾ പുലർച്ചെ ജീവനോടെയോ അല്ലാതെയോ എന്റെ മോൾ പുറത്തു വരും. ഈശ്വര, ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യ. ഈ കാത്തിരിപ്പ് അസഹ്യമാവുന്നു അല്ലേ? സ്നേഹിക്കുമ്പോഴും കലഹിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും ഒന്നും നമ്മൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഇത്തരം കാത്തിരിപ്പുകളെ പറ്റി ഓർക്കാറില്ല. ആട്ടെ, നിങ്ങളിൽ ആർക്കാണ് ദേവികയോട് ഏറ്റവും കൂടുതൽ സ്നേഹം? അവൾക്കു വേണ്ടി ഏറ്റവും കൂടുതൽ കരളൊരുക്കി പ്രാർത്ഥിച്ചതാരാണ്? തിരുമേനി, ഇങ്ങനെ മുൾമുനയിൽ നിർത്താതെ ദേവിക്ക് എന്ത് സംഭവിച്ചു? ഒന്ന് പറയൂ. സ്നേഹമെന്നാൽ സംരക്ഷണം കൂടിയാണ്. അത് ഭർത്താവായ കിഷൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. കുറ്റബോധം കൊണ്ട് മനസ്സ് നീറുകയാണല്ലേ? സ്വയം ഒടുങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലേ? മകളുടെ മരണം കൊതിച്ചു നടന്ന ജഗന്നാഥൻ ഈ അവസാന നിമിഷം എത്രത്തോളം അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കേൾക്കട്ടെ. കണക്കെടുപ്പ് നടത്താതെ സത്യം പറയൂ. അവളെവിടെ? വേണമെങ്കിൽ എന്റെ പ്രാണൻ എടുത്തോളൂ. അവള് ജീവനോടെ ഇരുന്നാൽ മാത്രം മതി. എപ്പോഴൊക്കെയോ അമ്മ എന്ന വാക്കിനർത്ഥം നിങ്ങളും മറന്നുപോയിട്ടുണ്ട്. എങ്കിലും ഈ കണ്ണീരിന്റെ സത്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജന്മം നൽകുക എന്നുള്ളത് ഒരു കടമയല്ല, പുണ്യമാണ്. എനിക്ക് എന്റെ മോളെ തിരിച്ചു തരണം, ജീവനോട് തിരിച്ചു തരണം. അരുതായ്മ പറയരുത്. എന്റെ ദേവിക ജീവനോട് ഉണ്ടെന്ന് പറയും. ആരും ഇല്ലാത്തൊരു പാവമാണ് ഞാൻ. രക്തബന്ധമല്ല, മനുഷ്യബന്ധമാണ് ഏറ്റവും വലുതെന്ന് തെളിയിച്ച നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു.
കേട്ടു. സത്യമാണോ സത്യമാണോ ഞാൻ ഈ കേൾക്കുന്നത്? പകൽ വെട്ടം പോലെ സത്യം. ഈശ്വരാ. ദാ കണ്ടോ നിങ്ങളുടെ പുന്നാര കുഞ്ഞിനെ?